യെസ്, വെൽക്കം ടു ഫിലിമി ഫ്രൈഡേയ്സ്. അല്ല, അങ്ങനെ പറയാമല്ലോ. ഞാൻ സീസൺ 3 എന്ന് പറഞ്ഞിട്ടില്ല. വെൽക്കം ടു ഫിലിമി ഫ്രൈഡേയ്സ്. ഇത് ഫിലിമി ഫ്രൈഡേയ്സിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാം. സീസൺ 3 ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇപ്പോൾ സമയം വേണം, ഈ കോവിഡിൻ്റെ ഈ ബുദ്ധിമുട്ട് കഴിഞ്ഞിട്ട് വേണം ഷൂട്ട് ചെയ്യാനായിട്ട്. അത് നമ്മൾ മാനസികമായിട്ട് സമ്മതിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഒന്നുകിൽ ഒരു കഥയിൽ തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ഈരടി തുടങ്ങാം, പാട്ട് തുടങ്ങാം. രണ്ടും ഒരേപോലെ ഉള്ളൂ. കഥയെന്ന് പറഞ്ഞാൽ വേണ്ട, പാട്ടിൽ തന്നെ ആവും. പാട്ടാകുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണെന്ന് തോന്നുന്നു എനിക്ക്. ആ പാട്ട് ഏതാണ്ട് ഇങ്ങനെ പോകും. ആളെ ഉന്ത് എന്നാണ് അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ. ഇത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ കേട്ടിട്ടുള്ള കഥയാണ്. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് കോലത്തിരി ഉദയവർമ്മൻ രാജാവ്, അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ആശ്രിതനും ഒക്കെ ആയിട്ടുള്ള ചെറുശ്ശേരി ആരാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. സുഹൃത്തുക്കളായ ഇവർ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ രാജാവിൻ്റെ ഭാര്യ രാജപത്നിയും അടുത്ത് തൊട്ടിലിൽ തൻ്റെ കുഞ്ഞിനായിട്ട് ആട്ടുന്നുമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ കണ്ണുകൾ ഈ ചതുരംഗ കളത്തിലുമാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി രാജാവ് തോക്കാൻ പോവുകയാണ്. രാജാവിന് കൺഫ്യൂഷനുണ്ട്. ആ കൺഫ്യൂഷനിൽ രാജാവ് തോക്കും കളിയിൽ. പക്ഷേ തൻ്റെ ഭർത്താവ് അങ്ങനെ ചെറുശ്ശേരിയുടെ മുമ്പിൽ തോക്കുന്നത് ആ ഭാര്യയ്ക്കൊട്ട് അവൻ സമ്മതിക്കാനും വയ്യ. അപ്പോൾ തൊട്ടിലേക്ക് കിടക്കുന്ന കുട്ടി ആട്ടുന്ന രീതിയിലാണ് ഈ രാജപത്നി ഈ താരാട്ടുപാട്ട് മൂളുന്നത്. ആളെ ഉന്ത്. എന്ത് ബുദ്ധിമതിയായ റാണിയാണ്. അപ്പോൾ രാജാവിന് മനസ്സിലായി. അറിയാമല്ലോ, ചതുരംഗം കളിക്കുന്നവർക്കറിയാം. രാജാവ്, റാണി അല്ലെങ്കിൽ മന്ത്രി, രഥം, കുതിര, ആന, കാലാൾപ്പട, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. നമ്മൾ കരുക്കൾ നീക്കുന്നത്. ഇതിൽ ഇവരെ ഒന്നും തുടരുത്. രാജാവിനെയും മന്ത്രിയെയും രഥത്തെയും കുതിരയും ആനയും തൊടണ്ട. ആളെ ഉന്ത്. രാജാവ് ആളെ ഉന്തി. രാജാവ് ജയിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ രീതിയിൽ തന്നെ ഒരു സൃഷ്ടി നിങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ചെറുശ്ശേരി ഉണ്ടാക്കിയതാണ് കൃഷ്ണകഥ എന്നാണ് കഥ. ഞാൻ പറയുന്ന പോയിൻ്റ് എനിക്കതല്ല. ഒരു പാട്ടിൽ കൂടെ എത്ര വിദഗ്ധമായിട്ട് ഒരു അപകടസന്ധിയെ നമ്മൾ തരണം ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ടാവണം പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ കൂടപ്പിറപ്പാണ്. പടുപാട്ട് പാടാതെ കഴുതയുണ്ടോ എന്ന് പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പാടുമ്പം എൻ്റെ ചേട്ടന്മാരൊക്കെ എന്നെ കളിയാക്കിയപ്പോൾ, നീ പാടിക്കോടാ, പടുപാട്ട് പാടാത്ത കഴുതയുണ്ടോ എന്ന് പറഞ്ഞെങ്കിലും പാട്ട് എല്ലാവരിലും ഉണ്ട്. പാട്ട് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, പാട്ടെന്ന് പറയുന്നത് തന്നെ ഇപ്പം മ്യൂസിക് തെറാപ്പി തന്നെ ഉണ്ടല്ലോ. ഒരു പാട്ട് പാടുമ്പം നമുക്കുണ്ടാകുന്ന, നമ്മുടെ ശാരീരികമായിട്ട് നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, മാനസികമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഇപ്പോൾ പഠനവിധേയമാണ്. അപ്പോൾ അതുകൊണ്ട് പാട്ട് പാടാൻ അറിയില്ലെങ്കിൽ പാട്ട് ആസ്വദിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ നേട്ടമാണ്. ഞാൻ പലപ്പോഴും പറയും, എന്നോടൊരു പാട്ടുകാരനാണോ എന്ന് ഞാൻ ചോദിച്ചാൽ ഞാൻ പാടും എന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ഒരാസ്വാദകൻ എന്ന രീതിയിൽ എൻ്റെ മാർക്ക് ഞാനായിരുന്നത്. അതിനെ പലപ്പോഴും ജീവിതത്തിൽ എന്നെ സമാധാനിപ്പിച്ചിട്ടുള്ളത് പാട്ടുകളാണ്. സുഖമില്ലാതെ കിടക്കുമ്പോഴും ചിലപ്പോൾ നമ്മൾ ആശുപത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോഴൊക്കെ അപ്പോഴാണ് ശരിക്കും പറഞ്ഞ വയലാറും പി ഭാസ്കരനും ശ്രീകുമാരൻ തമ്പി യൂസഫ് അലി KG എഴുതിയിട്ടുള്ള പാട്ടുകളുടെ വരികൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. മറ്റത് പാട്ടിൻ്റെ ഒരു ഓളത്തിലങ്ങ് പോവുകയാണ്. പക്ഷെ ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ ചെവിയിൽ ഹെഡ്സെറ്റ് വയ്ക്കുമ്പോഴാണ് ആ വരികൾ കൊണ്ട് അവരെന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ പതിയുന്നത്. അപ്പം ഇത്രയും സംവേദനക്ഷമതയുള്ള വേറൊരു മാധ്യമമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരിലും ഉണ്ട് പാട്ട്. എല്ലാവരും ഒരു പാട്ടുകാരനാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾ നമ്മുടെ പാട്ടുകാരനെ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് എങ്ങനെ ഈ പാട്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ, ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കുട്ടിക്കാലം വരെ പാടുമായിരുന്നു. പാട്ടിൻ്റെ ആരംഭമൊക്കെ എന്ന് പറയുന്നത് ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നിട്ട് അവസാനം നമ്മൾ താളം മാറ്റും, അതിൽ ഇംപ്രവൈസ് ചെയ്യും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കൊട്ടാരക്കര ക്ഷേത്രത്തിൽ എല്ലാ ഞായറാഴ്ചയുള്ള അഖണ്ഡനാമം ഞാൻ വരുമ്പോൾ ഞാനും പോയിരുന്നിട്ട് ആ കൂട്ടത്തിലിരുന്ന് നാമം ജപിക്കും. നാമം ജപിക്കുമ്പോൾ നമ്മുടെ താല്പര്യം, നമ്മുടെ ശബ്ദം മൈക്കിൽ കൂടെ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ആൾക്കാർ കേട്ട് പറയണം എന്നുള്ളതാണ്.
ഇതെല്ലാം നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പിന്നെ പാട്ട് പാടുന്ന, പിന്നെ എൻ്റെ ജീവിതത്തിൽ എന്നോട് ചോദിച്ചാൽ, ഞാൻ ഏതെങ്കിലും വേദിയിൽ പാടാൻ കയറിയാൽ എൻ്റെ ഭാര്യയ്ക്ക് അപ്പം മുതൽ ടെൻഷൻ ആരംഭിക്കും. ഭാര്യ പറയുന്നത് ഒരു പാട്ടും ഞാൻ നേരെ പാടില്ലെന്നുള്ളതാണ്. ഞാൻ നോക്കുന്നത് താളം വേണം, ലയം വേണം, ശ്രുതി വേണം. ഈ മൂന്നിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങേയറ്റം ശ്രമിക്കും. പക്ഷേ എനിക്ക് പാടുമ്പോൾ ഞാൻ എന്നെ എക്സ്പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ എക്സ്പ്രസ് ചെയ്യുമ്പം അതിൽ നമ്മുടെ മനോധർമ്മം വരും. അപ്പോൾ യേശുദാസ് പാടുന്ന പോലെ തന്നെ പാടണമെന്ന് എൻ്റെ ഭാര്യ നിർബന്ധം പറഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടും. ഞാനവിടെ ചെന്ന് കയറിക്കഴിഞ്ഞ് എൻ്റെ ശ്രോതാക്കളെ അല്ലെങ്കിൽ പ്രേക്ഷകരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ പാട്ടിൻ്റെ ഒരു രീതിയിൽ അങ്ങ് പോകും. അത് ഞാൻ ആസ്വദിച്ചേ പാടത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയും, പാട്ട് പാടാൻ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് യേശുദാസിനെ മറക്കുക. യേശുദാസിനെ പോലെ എന്ന് ചിന്തിച്ച് പാടാൻ പോയ വലിയ അപകടമാണ്. 1. 2, നമ്മൾ ആ പാട്ട് പാടുമ്പോൾ നമ്മൾ ആ പാട്ടിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് അറിഞ്ഞിട്ട് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അത്ര നിസ്സാരമല്ലത്. അത് ഓരോ അക്ഷരത്തിനും നമ്മൾ അതിൻ്റേതായ അർത്ഥം ദ്യോതിപ്പിച്ച് പാടുമ്പോഴാണ് പാട്ട് പാട്ടാകുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെ കിട്ടി ഈ പാട്ട് എന്ന് ഞാൻ ചിലപ്പോൾ ഇരുന്ന് ആലോചിക്കും. അപ്പോൾ എനിക്കെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ കേൾക്കുന്ന പാട്ടെല്ലാം ഞാൻ റിപ്പീറ്റ് ചെയ്യും. ഒരു കേൾക്കാൻ 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഗായകനാവും. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ അമ്മ പറയും, എടാ നീ പാട്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന എൻ്റെ ധാരണ? എന്നിൽ നിന്നും അച്ഛനിൽ നിന്നാണ് കിട്ടിയത്. അതെ, അതെന്താ വെച്ചാൽ ഞാൻ പാട്ട് മാത്രമല്ല, ഞാൻ കവിത എഴുതും. അമ്മ കവിത എഴുതിയിട്ടുണ്ടോ? പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ എഴുതി, അന്ന് നീ ഇല്ലല്ലോ, അതുകൊണ്ട് അറിയില്ലല്ലോ. എന്തോ അമ്മ കവിത ഒന്ന് കേൾക്കാമോ? പിന്നെന്താ, അമ്മ ഏതോ ഒരു സമയത്ത് ഇരുന്ന് വെച്ച് എന്നെ അമ്മ എഴുതി ആദ്യത്തെ കവിത കേൾപ്പിച്ചു. എൻ്റെ വരികൾ, അയ്യയ്യോ കഷ്ടം അയ്യയ്യോ കഷ്ടം അയ്യയ്യോ കഷ്ടം അയ്യയ്യോ അയ്യയ്യോ കഷ്ടം അയ്യയ്യോ കഷ്ടം അയ്യയ്യോ കഷ്ടം അയ്യയ്യോ. എന്താ സംഗതി മനസ്സിലായോ? മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച ദിവസം സ്കൂളിലെ സാറ് പറഞ്ഞു, നിങ്ങളെല്ലാവരും മഹാത്മാഗാന്ധിയെ പറ്റിയിട്ട് കുറച്ച് വരികൾ എഴുതണം. എൻ്റെ അമ്മ എഴുതിയ വരികൾ ഇതാ. ഒറ്റ സംഗതിയേ ഉള്ളൂ, അയ്യയ്യോ കഷ്ടം. അത് മരണം വരെ എൻ്റെ അച്ഛൻ അമ്മയെ കളിയാക്കുമ്പോൾ ഈ പാട്ടിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് പാട്ടിനെ പറ്റി തീർച്ചയായിട്ടും ജ്ഞാനത്തേക്കാൾ ബോധമുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ ഓണം വെക്കേഷനൊക്കെ അമ്മയുടെ വീട് തറവാട് കുറുമശ്ശേരിയിൽ പോകുമ്പോൾ അവിടെ അമ്മയുടെ കൂടെയുള്ള 4 സഹോദരന്മാർ വേറെ ഉണ്ട്, 5 പേര്. അപ്പോൾ ഇവരുടെ അന്നത്തെ കാലത്ത് പെൺകുട്ടികളെ ഒരു പ്രത്യേക പ്രായത്തിൽ പാട്ട് പഠിപ്പിക്കുക അല്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുക എന്നൊക്കെയുള്ള മാൻഡേറ്ററിയാണ്. ഒരു ചടങ്ങ് പോലാണ്. അത് സ്കൂൾ കഴിയുമ്പോഴേക്കും നിർത്തുകയും ചെയ്യും. അല്ലാതെ അവർ കലാപരമായിട്ട് ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ കുട്ടിയായിരിക്കുക, ഞാൻ സ്കൂളിൽ പഠിക്കുക. അപ്പോഴാണ് വീട്ടിൻ്റെ ഒരു ഒഴിഞ്ഞ ഭാഗത്തിൽ നോക്കിയപ്പോൾ അവിടെ ഒരു ഹാർമോണിയം ഇരിക്കുന്നു. അപ്പോൾ ഞാൻ അമ്മ എന്താ അത്? ഹാർമോണിയമാണ്. അപ്പോൾ അമ്മ അതെടുത്തിട്ട് അമ്മയാണ് എൻ്റെ കൈവിരലുകളെ ഹാർമോണിയത്തിൻ്റെ കട്ടയ്ക്ക് പുറത്ത് വെച്ചിട്ട് അമ്മ പറഞ്ഞു തന്നൊരു സംഭവം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അപ്പം ഇങ്ങനെ അത് ഞാൻ വലിയ ക്ലാസിക്കൽ സംഗീതം പഠിച്ച ആളൊന്നുമല്ല, പക്ഷേ അമ്മ അത് വായിച്ചത് ഇങ്ങനെയാണ്, സരി മാഗരി സരി ഗരി സാ. അപ്പം ഹാർമോണിയത്തിൽ അമ്മ വായിച്ച് കേൾപ്പിച്ചു. അത് അമ്മ പറഞ്ഞു, ഇതാണ് ലംബോധര ലല അംബാസുധ അമരവിനോദ ലംബോധര. ഇതാണ് സത്യത്തിൽ സംഗീതത്തിലുള്ള എൻ്റെ ആദ്യത്തെ ഇനിഷ്യേറ്റിംഗ് ഇൻ ടു ദി വേൾഡ് ഓഫ് മ്യൂസിക് എന്ന് പറയുന്നത്. ഈ പാവം പിടിച്ച അമ്മ വിദുഷിയൊന്നുമല്ല, പക്ഷേ അമ്മ അതിപ്പോൾ എനിക്കത് മറക്കാൻ പറ്റത്തില്ല. ഇപ്പം അച്ഛൻ പാടുന്ന ആളാണ്, ഇത്തിരി പാട്ടിൻ്റെ കുഴപ്പമുള്ള ആളാണ്. അച്ഛൻ്റെ സെലക്ഷൻ ഓഫ് സോങ്സൊക്കെ എങ്ങനെയാണ്? അച്ഛൻ ഈ കമുകറ പുരുഷോത്തമൻ്റെ പാട്ടുകളൊക്കെയാണ് ഇഷ്ടം. ആത്മവിദ്യാലയമേ, അച്ഛൻ്റെ ഇത്തിരിയുടെ പാരുഷ്യമുള്ള ശബ്ദമാണ്. അതുപോലെ അച്ഛൻ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടുകൾ എന്തുമാത്രം കഥകൾ പറയുമെന്നറിയാം. അച്ഛൻ്റെ ഏറ്റവും ഇഷ്ട പാട്ടായിരുന്നു, ശരറാന്തൽ വെളിച്ചത്തിൽ ശയനമുറിയിൽ ഞാൻ ശാകുന്തളം വായിച്ചിരുന്നു, ശാലിനയായ തപോവന കന്യ ശാരദേ നീ മുന്നിൽ നിന്നു മനസ്സിൽ, ശാരദേ നീ മുന്നിൽ നിന്നു.
അപ്പം അന്ന് ഞങ്ങളുടെ വീടിൻ്റെ എതിരെയുള്ള വീട്ടിലൊരു ശാരദ എന്ന പേരുള്ള സ്ത്രീയുണ്ട്. അപ്പോൾ അമ്മ എപ്പോഴും കളിയാക്കും, ചോദിച്ചേട്ടാ ഈ ഇതിൻ്റെ പുറത്തിരുന്ന് വെച്ച് ഇങ്ങനെ പാട്ടെന്ന് പാട്ട് അവിടെ ആ പേരുള്ള വേറൊരു സ്ത്രീയുള്ളതെന്ന് പറഞ്ഞ് കളിയാക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ കമുകറയുടെ ഒരു ആരാധകനായിരുന്നു എൻ്റെ അച്ഛൻ. അങ്ങനെ ആ പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ പാട്ട് എം ജി രാധാകൃഷ്ണൻ്റെ ഓർമ്മയ്ക്കായി പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കമുകറ പുരുഷോത്തമനിലേക്ക് എനിക്ക്. അപ്പോൾ കമുകറ പുരുഷോത്തമൻ്റെ അച്ഛൻ ആരാധന ആയതുകൊണ്ട് ഞാനും കുറച്ച് ആരാധന. എൻ്റെ ആദ്യകാലത്ത് പാടുന്ന പാട്ട് ഞാൻ പാടിയിട്ടുള്ളത് മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്നു ദുഷ്ടനാം ദുർവിധി വീണ്ടും, ഇതാ ദുഷ്ടനാം ദുർവിധി വീണ്ടും. കമുകറ സാറിൻ്റെ പാട്ടാണ്. അപ്പം ഇത് ഞാൻ 10 വയസ്സുള്ളപ്പോഴൊക്കെ വീട്ടിൽ, അച്ഛൻ്റെ വീട് അമ്പലപ്പുഴയാണ്, അവിടെ പോകുമ്പോൾ പാടുമ്പോൾ അവിടെ ഞങ്ങളുടെ ഒരു എന്താ പറയുക പ്രായമായിട്ടുള്ള ഒരു വല്യപ്പൻ സ്ഥാനത്തുള്ള ഒരാളുണ്ട്. അപ്പോൾ ഈ പാട്ട് ഞാൻ പാടുന്ന പുള്ളിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹം, ഞാൻ ഓർക്കുക ആ ഒരു പാട്ടാണ് ഞാൻ പാടി വരുന്നത്. ഞാൻ അങ്ങോട്ട് എന്താ, എനിക്ക് പിന്നെ നേരത്തെ പറഞ്ഞില്ലേ പാടുന്ന സമയത്ത് നല്ല പാട്ടുകാരെ ഓർത്തിരുന്നാൽ പാടാൻ പറ്റത്തില്ല. അപ്പോൾ അവരെയൊക്കെ മറക്കുക. ശരിക്കും പറഞ്ഞാൽ മറന്നാൽ മാത്രമേ പാടാൻ. അപ്പോൾ നമ്മൾ വാ വിട്ടങ്ങ് പാടും. ഇതിൽ ചില അപകടമുള്ളത് വെച്ചാൽ ചില അടുത്ത് പോകുമ്പോൾ ആ പാട്ട്, അതേ ആ പാട്ട് ഏത് പാട്ടാ, ഏതാണ്, ഉത്തരാസേമരം, ഞാനത് കേൾപ്പിക്കാം, എൻ്റെ ഒറിജിനൽ കേൾപ്പിക്കാം, ദാസേട്ടൻ്റെ കേൾപ്പിക്കും. അപ്പോൾ നമ്മുടെ മൂഡ് പോകും. നമ്മളല്പം ധൈര്യം സംഭരിച്ചിട്ടാണ് ഈ പാടുന്നത്. പിന്നെ അതിൽ നിന്ന് ഉത്തരാസംബരം ഞാൻ പാടി കഴിയുമ്പോൾ കുറേ മാറ്റങ്ങളും വരും. അപ്പോൾ ദാസേട്ടൻ്റെ പാടാൻ അങ്ങോട്ട് കേൾപ്പിച്ച് കഴിഞ്ഞാൽ അത് ചിലരുടെ സാഡിസമായിട്ട് തോന്നാറുണ്ട് എനിക്ക്. ഇനി നീ ഒന്ന് പാടണമെന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ മറ്റൊരു സീതയെ പാടുന്ന 10 വയസ്സിൽ ഞാൻ പാടിയ പാട്ട് അദ്ദേഹം മരിക്കുമ്പം എനിക്ക് ഏതാണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ്, ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ ധാര്യമായിട്ട് ആ വീട്ടിൽ പോകുമ്പോഴും ഈ അമ്മാവൻ, സത്യം പറഞ്ഞാൽ പ്രായമുള്ള അമ്മാവൻ എന്നെ കണ്ട ഉടനെ ഡോ മറ്റൊരു സീതയെ, അതാണ് പാട്ട്. ഒരു പാട്ട് ഒരുപാട് കഥകൾ നമുക്ക് പറഞ്ഞു തരും. ഇപ്പം അനുഭവങ്ങൾ വായിച്ചുകളില്ലേ, അഗ്നിപർവ്വതം പുകഞ്ഞു, ഭൂചക്രവാളങ്ങൾ ചുവന്നു, മൃത്യുവിൻ്റെ ഗുഹയിൽ പുതിയൊരു രക്തപുഷ്പം വിടർന്നു. ഈ പാട്ട് എപ്പോൾ കേട്ടാലും സത്യൻ മാഷിൻ്റെ മരണം എൻ്റെ മനസ്സിൽ ഓടി വരും. കാരണം ആ പാട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് കുറച്ചൊക്കെ ഡ്യൂപ്പിനെ വെച്ചിട്ടാണ്. അന്ന് ആ മരണം നമുക്ക് വല്ലാതെ ആഘാതം ഏൽപ്പിച്ചത്. അപ്പോൾ ഒരു പാട്ടിന് ഒരുപാട് നമ്മളെ വർഷങ്ങൾക്ക് പിറകിലേക്ക് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. അപ്പം അങ്ങനെ അപ്പോൾ അച്ഛനും അമ്മയും കൂടെ ചേർന്ന് തന്നിട്ടുള്ള ഒരു സിദ്ധിയാണ് എനിക്ക് പാടാനുള്ള വാസനയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പാട്ടിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് ഞാൻ പറയാം, എൻ്റെ പിന്നീടുള്ള ജീവിതത്തിലും ഈ പാട്ടിൻ്റെ സ്വാധീനം വന്നിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ, ഫാറ്റിമ കോളേജിൽ പഠിക്കുമ്പോഴാണ് ആദ്യം അറിയപ്പെടുന്ന പാട്ടുകാരനായിട്ടാണ്. ഫാറ്റിമ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ കയറിയിട്ട് ഒരു പാട്ട് പാടി. അതാണ് സ്വർഗപുത്രി നവരാത്രി. ജോസ് പ്രകാശ് സാറാണ് നേതാട്ടോ നേതൃത്വത്തിൽ പാടുന്നത്. സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാനഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രി നവരാത്രി. ഈ പാട്ട് ആ വേദിയിൽ നിന്ന് പാടിയ നിമിഷം എനിക്ക് കിട്ടിയ ക്ലാപ്സാണ് എൻ്റെ ജീവിതത്തിലൊരു കലാകാരൻ എന്ന രീതിയിൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന ക്ലാപ്സ്. വർഷങ്ങൾക്ക് ശേഷം, ദാറ്റ് മീൻസ് ഫാറ്റിമ കോളേജിലെ പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നീട് എത്രയോ വർഷം കഴിഞ്ഞ് അന്ന് ആ പ്രീ ഡിഗ്രി ബാച്ചിനെ ഞങ്ങൾ വിളിച്ചിട്ട്, എനിക്ക് തോന്നുന്നു കഷ്ടിച്ചൊരു 5-6 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ ഞാനൊരു ഗെറ്റ് ടുഗദർ വെച്ചപ്പോൾ ഞാൻ ആലോചിക്കുക പാട്ടിൻ്റെ സ്വാധീനം. ഞങ്ങൾ ഒരുപാട് തമാശകളാണ് പറഞ്ഞപ്പോൾ എല്ലാവരും ബാലേന്ദ്രൻ നിങ്ങൾ ആ സ്വർഗവത്തിൽ നിന്ന് പാട്ടൊന്ന് പാടണം, ഫാത്തിമ കോളേജ് പാടിയത്. ആ പാട്ടിൻ്റെ ഇമ്പാക്റ്റ് അത് അതിഗംഭീരമായ പാടിക്കൊണ്ടൊന്നുമല്ല, ആ പാട്ട് കൊണ്ടിരുന്ന ഒരു ഗൃഹാതുരത്വമാണ്. അപ്പോൾ പാട്ടിന് അങ്ങനൊരു വലിയ സിദ്ധിയുണ്ട്. നമ്മുടെ ഒരു ഗൃഹാതുരത്വത്തിൻ്റെ പ്രത്യേകമായ സന്തോഷമുള്ള ഒരു മേഖലയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പിന്നീട് ഞാൻ ഈ പാട്ട് എന്താ പറയുക, പാട്ടിൻ്റെ പിന്നാലെ ഭ്രാന്തി പിടിച്ച് പോയെങ്കിലും എനിക്ക് എന്നെ പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരമൊന്നും ജീവിതത്തിലുണ്ടായില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഞാൻ ശ്രമിച്ചിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എന്താ പറയുക, ഒരു ആകാശവാണിയിലെ മ്യൂസിക് ഓഡിഷൻ പോയി പാടി, ഓഡിഷൻ പാസ്സായി. ഞാൻ അവിടുത്തെ ആകാശവാണി നിലയത്തിൽ നിന്ന് എൻ്റെ പാട്ടുകൾ 12:40 ലളിതഗാനങ്ങൾ ബാലേന്ദ്രനും പാടിയത്, ഇതും ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. അപ്പം പലരും എന്നെ അറിയുന്നത് തന്നെ പാട്ടുകാരനായിട്ടാണ്. പാട്ട് പിന്നെ പതുക്കെ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോവുകയും പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് എന്താ പറയുക,
മറ്റുള്ള പ്രവൃത്തികളിൽ വന്ന് സംവിധാനം സിനിമയൊക്കെ വന്നു കഴിഞ്ഞപ്പം പാട്ടിനകത്തേക്ക് താല്പര്യം പോയിന്ന് വെച്ചാൽ പറഞ്ഞല്ല, അതിനുള്ള ഇടവും സമയവും എനിക്ക് കിട്ടിയില്ല. പിന്നെ ഇതിനിടയ്ക്ക് കോളേജിൽ ഫാത്തിമ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പം പാട്ടിൻ്റെ പ്രയോജനം ഞാൻ പറയാം. അത് ഞാൻ നമ്മുടെ ഫിലിമി ഫെഡേഴ്സിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ട്രെയിൻ യാത്ര, അരമണിക്കൂർ ട്രെയിൻ യാത്ര ഉണ്ട് ഇടവയും കൊല്ലമായിട്ട്. അപ്പോൾ കമ്പാർട്ട്മെൻറ്റിൽ പ്രേമം പൂത്തുലയിക്കുന്ന സന്ദർഭമാണിത്. ഞാൻ അനിയനാണല്ലോ, കൊച്ചു പയ്യനാണ്. ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരുമുണ്ട്. ഓരോ സ്റ്റേഷനിൽ നിന്നും ഓരോ റാണിമാരെ പോലെ ചേച്ചി കയറും. ചേട്ടന്മാരെ അവർ മനസ്സുകൊണ്ട് നേരത്തെയൊക്കെ ഫിക്സ് ചെയ്ത് ഇതെൻ്റെയാണെന്നൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇതവർ കുട്ടിക്കുരങ്ങാക്കിയിട്ട് അവർ എന്നെ കൊണ്ടൊരു പാട്ട് പാടിക്കും. അപ്പോൾ എനിക്ക് അന്നതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഏത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇപ്പോൾ പാടിപ്പിക്കുന്നതെന്നുള്ള സംഭവം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവർക്ക് അവരുടെ ഐഡിയ ഉണ്ട്, ഒരു അജണ്ട ഉണ്ടായിരുന്നു അവർക്ക്. അജണ്ട മീൻസ് എടേ നീ ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞാൽ ഞാൻ പാടും. ആയിക്കഴിഞ്ഞാൽ ഗുണം വെച്ച വൈകുന്നേരം ആകുമ്പം സ്റ്റേഷനിൽ വന്നാൽ പരിപ്പോടെയൊക്കെ തരും വേറെ കാര്യം. അപ്പോൾ പാടാം, ഏത് പാട്ടാണ് പാടണം, അപ്പോൾ അവർ പറയുന്ന പാട്ട് പാടണം. അപ്പോൾ ചിലപ്പോൾ അതിനകത്തുള്ള എനിക്കെന്നറിയത്തില്ലെങ്കിലും ഈ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ആ ചേട്ടനും ചേച്ചിയും ഉണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എൻ്റെ പാട്ട് ഉപയോഗിക്കുകയാണ്. അത് ചിലപ്പോൾ എന്താ പറയുന്നത്, പ്രണയകലഹമോ പരിഭവമോ പ്രിയ സഖിനി അഭിനയിക്കും പ്രേമനാടകമോ, ഇത് പ്രേമനാടകമോ, ഇതൊന്ന് ഇല്ല. പിന്നെ അടുത്തത് എന്താണ്, സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം എന്ന് പറയുമ്പം ഈ ചേട്ടൻ നോക്കേണ്ട ചേച്ചിയെ നോക്കുന്നത്, ചേച്ചി ഇങ്ങോട്ട് നോട്ടം കൈമാറുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഒരു തലേദിവസം പിണങ്ങിയോ ഒക്കെ പിരിഞ്ഞതെങ്കിൽ അതിനുള്ള പാട്ട് വേറെ ഉണ്ട്. എടേ നീ ഈ പാട്ട് പറഞ്ഞു കേട്ടോ, എന്താണ്, മുൻകോപക്കാരി ഒരു പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മുൻകോപക്കാരി എന്ന് വിളിക്കുമ്പം ആ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ മുഖത്തൊരു ചിരി വന്നാൽ അതാണ് കഥാനായിക എന്നുള്ളത് എനിക്കറിയാം. പിന്നെ സീരിയസ് ആയിട്ട് അങ്ങോട്ട് കയറി പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ ഏകാന്തമാതൻ വീതിയിൽ എന്നെ എന്നെങ്കിലും കാണും ഒരിക്കൽ നീ എൻ്റെ കാൽപ്പാടുകൾ കാണും. ഭയങ്കര ടച്ചിങ് അല്ലേ, ഒരു ജന്മം മുഴുവൻ കൊണ്ട് നടക്കും. ആത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ. അന്നും വരികൾ എനിക്കിഷ്ടമാണ്. വയലാറിൻ്റെ എന്തൊരു മനോഹരമായ വരിയാണ്, രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ. എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു കൊനസ്റ്റ് പിടിച്ച വാക്കുകളും ഒന്നില്ല, വെറും സിമ്പിൾ വേർഡ്സ് പെറുക്കി വെച്ചപ്പോഴേക്കും എന്തൊരു ഡയമെൻഷൻ നമുക്ക് കിട്ടും സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ ട്രെയിൻ യാത്രയിൽ അതാ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ ട്രെയിൻ യാത്ര എനിക്കെന്നും ഫാത്തിമ കോളേജിൽ പഠിച്ച് ഇടവായിന്ന് പോയി വന്നിരുന്ന സമയം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുമ്പോഴും ഞാൻ ഇടവായിന്ന് ട്രിവാൻഡ്രത്തിൽ ട്രെയിനിൽ പോകും. അപ്പോൾ കുറച്ചുകൂടെ സമയം കിട്ടും, ഒരു മോർ ദാൻ 1.5 hours ഉണ്ട്. അങ്ങനെ ട്രെയിനിൽ വെച്ച് ഞാനൊരു പാട്ട് പാടുന്ന ഒരന്ധനായ ഗായകനെ പരിചയപ്പെട്ടു. എൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്. പാട്ട് എന്നുള്ള സംഭവം കൊണ്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴൊക്കെ ഇവനെ പിടിച്ച് കൂട്ടിരുത്തും, ഇവനെ കൊണ്ട് പാടിക്കും. അങ്ങനെ ഒരുപാട് പാട്ടുകൾ അവൻ പാടിയിട്ടുണ്ട് കൃഷ്ണൻകുട്ടി. ഞാൻ പറയാൻ കാരണം അന്ധനാണെങ്കിലും എൻ്റെ ഒരു വലിയ അഭ്യുദയാംശമായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് വെച്ച് കാഴ്ച, ഞാൻ ഡയറക്ടറാവുന്ന ആളെ സിനിമ എടുക്കും, എൻ്റെ സംവിധാനമാണ് എൻ്റെ താല്പര്യം. അപ്പോൾ സാറേ അങ്ങനെയുള്ള പടം വേണം, ഇങ്ങനെയുള്ള പടം വേണം എന്നൊക്കെ അവൻ കണ്ണുകാണാമെങ്കിലും നല്ല അറിവുണ്ട് അവന്. എന്നിട്ട് പാട്ടും പാടിയിട്ട് പോകും. അപ്പോൾ അവൻ സ്ഥിരമായിട്ട് പാടുന്ന ഒരു പാട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് അന്നത്തെ കാലത്ത്, താമസമെന്തേ വരുവാൻ. അദ്ദേഹം അപ്പോൾ അവൻ്റെ മാസ്റ്റർ പീസാണ്. അപ്പം അവൻ പറഞ്ഞു, സാറിങ്ങനെ സിനിമയിൽ ഭാവിയിലെങ്ങാനും വരികയാണെങ്കിൽ എനിക്കൊരു പാട്ട് പാടാൻ ചാൻസ് തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങ് പിരിഞ്ഞു. ഞാൻ എൻ്റെ വഴിക്ക് പോയി, അവനവൻ്റെ വഴിക്ക് പോയി. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പം നന്നായി പാടും കേട്ടോ, കൃഷ്ണൻകുട്ടി നന്നായിട്ട് പാടുമായിരുന്നല്ലേ. നല്ല ഗ്രൂമിങ് കൊടുത്താൽ അവൻ നന്നായി പാടും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ സിനിമയിൽ സംവിധാനക്കായി കഴിഞ്ഞിട്ട് ടച്ച് പോയെങ്കിലും പിന്നീട് ഞാൻ ട്രെയിനിൽ ആഫ്റ്റർ ബിക്കമിങ് എ ഡയറക്ടർ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിലെ സുഹൃത്തുക്കളുണ്ടല്ലോ, TTR ഒക്കെ പരിചയമുള്ളവരാണ്. ഞാൻ ചോദിച്ചു, ഇങ്ങനെ നമ്മുടെ ഒരു കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞിട്ട് പാടുന്ന ഒരു അന്ധഗായകൻ, സാർ അറിഞ്ഞില്ലേ? ഇല്ല. അയ്യോ സാറേ, അവന്
കടയ്ക്കാവൂർ സ്റ്റേഷൻ അടുത്ത് വെച്ച് വണ്ടി മാറി കയറുന്നതിനിടയ്ക്ക് വണ്ടിയുടെ ഇടയിൽപ്പെട്ട് മരിച്ചുപോയി. എനിക്കൊരു ഭയങ്കര വേദനയായിരുന്നത്. കാരണം ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വഭാവത്തിന് ഞാൻ കൃഷ്ണൻകുട്ടിക്ക് ഒരു പാട്ട് കൊടുത്തേനെ. അങ്ങനെ പലർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുന്നത്, എൻ്റെ അമ്മ നിൻ്റെ തുളസി അവരുടെ ചക്കി എന്ന് പറയുന്ന പടത്തിൽ മാനം പൂമാനം ഒരു താമരക്കുടയായി ഈ പാട്ട് പാടുന്ന ബാലഗോപാലൻ തമ്പി എനിക്ക് ഒരു പരിചയമില്ല, ഞാൻ കണ്ടിട്ട് പോലുമില്ല. വേണുനാവൾ വെച്ച് ബാലേന്ദ്ര നന്നായി പാടുന്ന ഒരാളാണ് കേട്ടോ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൻ്റെ പുറത്ത് ഞാൻ ആ പാട്ട് കൊടുത്തത്. അതാണ് എൻ്റെ രീതി. അതൊന്നും അബദ്ധം പറ്റിയെന്ന് ഞാൻ പറയല്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് ഈ കൃഷ്ണൻകുട്ടിക്ക് ഒരു പാട്ട് കൊടുക്കാമായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അവൻ്റെ ജീവിതം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ തീർന്നു. അത് എനിക്ക് വളരെ വിഷമമുണ്ടായ സംഭവമാണ്. അപ്പോൾ ഞാൻ എന്തായാലും എന്താ പറയുക, കൃഷ്ണൻകുട്ടിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി കൃഷ്ണൻകുട്ടി സ്ഥിരം പാടിക്കൊണ്ടിരുന്ന ആ പാട്ട് ഞാൻ ഒന്ന് ഈ കോവിഡ് സമയത്ത് കുത്തിയിരുന്ന് പാടി. ആ പാട്ടാകട്ടെ ഇത്തവണത്തെ നമ്മുടെ ഫിനിഷിംഗ് പോയിൻറ്റ്. നിങ്ങൾ ആ പാട്ട് കേൾക്കുക. ദാസേട്ടനോടൊന്ന് കമ്പയർ ചെയ്ത് ഇങ്ങനെ കൂടെ നമുക്ക് ഈ പാട്ട് തീർന്നില്ല. പാട്ട് ഇനി നമ്മൾ അടുത്ത ആഴ്ചയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഒരുപാട് പറയാനുണ്ട് പാട്ടിനെ പറ്റി. നിങ്ങളെല്ലാവരും പാട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നറിയാം. പാട്ട് നമ്മുടെ മനസ്സിന് ആശ്വാസം തരുന്നതാണ്. ഇക്കുറി കൃഷ്ണൻകുട്ടിയുടെ ഈ പാട്ടോടുകൂടി നമുക്ക് ഇത്തവണത്തെ സല്ലാപം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം. സീ യു നെക്സ്റ്റ് ടൈം. ഓക്കെ. താമസമെന്തേ വരുവാ താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ ഹേമന്തയാമിനി തൻ പൊൻവിളക്ക് പുലിയാറായി മകന്ത ശാഖകളിൽ രാക്കിളികൾ മയങ്ങാറായി താമസമെന്തേ വരുവാ തളിർമരമിളകി നിന്റെ തങ്കവള കിലുങ്ങിയല്ലോ പൂഞ്ചോലക്കടവിൽ നിന്റെ പാദസരം കുലുങ്ങിയല്ലോ പാലൊളി ചന്ദ്രികയിൽ നിന്മന്ദഹാസം കണ്ടുവല്ലോ പാലൊളി ചന്ദ്രികയിൽ നിന്മന്ദഹാസം കണ്ടുവല്ലോ പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണിൽ താമസമെന്തേ
വരുവാൻ